ഇത് വെച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങാണ്ട് തിന്നവര് പറയും. മക്കളെ എങ്ങനെയാണ് ചോറ്? അടിപൊളിയല്ല? അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. കുറെ സ്പെഷ്യൽ ഉണ്ട്. ഇന്ന് പ്രവാസിയാകാൻ പോകും നമ്മളെ എൻ്റെ നേരെ താഴെ അതിൻ്റെ. അപ്പോൾ അവന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ വരും. അപ്പം ഞാൻ അവനോട് ഞാൻ കുറച്ച് ബിരിയാണി വെച്ചുതരാം, അടിപൊളി ബിരിയാണി വെച്ചുതരാം, രാത്രി അവർക്കായി കൊടുക്കാണ്ട് ഞാൻ ദൈവമാക്കി കാണാം. അപ്പോൾ അവൻ ആയിക്കോട്ടെ എന്നപ്പോൾ വെച്ചെടുക്കാൻ വിചാരിച്ചില്ല. അപ്പം നമുക്ക് വീട്ടിൽ കുടിച്ചാലോ? മഴ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ അടുപ്പ് റെഡി. നമുക്ക് ഇതിലേക്കുള്ള പരിപാടിയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അരിച്ചിട്ട് ചുവപ്പിച്ചിട്ട് കോരി വെക്കാം. നമ്മൾ എന്താ വെച്ചാൽ അതാ 2 ദിവസമായിട്ട് നല്ല പനിയുണ്ട്. പനിച്ച് മാറിയൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമോ വർത്താനം പറയുമ്പോൾ എന്തൊക്കെയോ പോണെ ഇങ്ങനെയായി പോകും. അത് ക്ഷണിച്ചാൽ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ വെറുതും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാ നമുക്കെന്ത് ചെയ്യാം, അടുപ്പങ്ങൾ കൂട്ടാം. ആദ്യം വേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം, പാലക്കുടി വെക്കാം. അടുത്ത് കൂട്ടലൊന്നും വലിയ പരിചയമില്ല കേട്ടോ. എൻ്റെ കൂട്ടലുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടാൻ നിൽക്കണ്ട, അങ്ങനെ ഇഷ്ടംപോലെ കൂട്ടണം. ഒന്നൊരു വലക്കൂടി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ചെരുപ്പിൽ ഇടാൻ ചെരുപ്പിലുണ്ട്. ചെരുപ്പിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. കർപ്പൂരം ഉണ്ട് ഇല്ലല്ലോ, വേണ്ട കർപ്പൂരം വേണ്ട നമുക്ക് കർപ്പൂരം ഉണ്ട് ഉണ്ടാ മറ്റൊന്നുണ്ട്. ഇങ്ങനെ വെച്ചു കൊടുക്കാം. നമ്മള് പത്ത് അപ്പം അങ്ങനെ നമ്മൾ അടുത്ത് സെറ്റായിട്ടാണ് കുറച്ച് മെനക്കെട്ട്. എന്തായാലും നമുക്ക് ഇതിലിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണേ നെയ്ച്ചോറ്, ബിരിയാണിക്ക് ആവശ്യമുള്ള നെയ്ച്ചോറ് അരി ഉണ്ടല്ലോ, നെയ്ച്ചോറാക്കി എടുക്കൂല ആദ്യം. ആ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ആദ്യത്തേക്ക് വെളിച്ചെണ്ണ പറയാമേ വേണ്ട. അപ്പം അങ്ങനെ നമ്മളതിലേക്ക് ഫസ്റ്റ് കുറച്ച് ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത്, പിന്നെ കരിവേപ്പില. അപ്പം അങ്ങനെ നമ്മൾ മക്കളെ ഇതിൻ്റെ പേരാണ് തട്ടുകൂട്ട് ബിരിയാണി. കാരണം ബിരിയാണിക്കുള്ള അധിക സാധനം കുറവാണ്, എന്നാലും നമ്മൾ അടിപൊളി ബിരിയാണി വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തട്ടുകൂട്ട് ബിരിയാണി എന്ന് പറയാനുള്ള കാരണം ഇത് വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങാണ്ട് തിന്നവർ പറയും. അപ്പം അറിയാം ഇതിൻ്റെ പവറുണ്ടാവും. ഇന്ന് എത്തിയിട്ട് ബിരിയാണിക്ക് ഇടേണ്ട സാധനങ്ങൾ ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞു. സാധനം ഉണ്ട്, പക്ഷെ നമ്മളെ ഇതൊക്കെ ഇട്ട് കൊടുക്കൂല. അതായത് നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സാധാ നോർമല് ഉള്ളി, തക്കാളി, അങ്ങനത്തെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള പരിപാടി. അപ്പം എന്തായാലും
ഉള്ളി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പം ഇതാ അപ്പം അടുത്തത് ഇടാൻ പോകണമെന്ന് വെച്ചാൽ പട്ട, ഏലക്കായ്, ഗ്രാമ്പു ഇതൊക്കെയാണ്. ഇതിനെ മേലെ ഇട്ട് കൊടുത്തുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ നമ്മളോട് ചേർത്ത് കൊടുക്കും. ഓക്കെ, കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ട്. കാരണം 4 ഗ്രാം അരിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഈ വെള്ളത്തേക്ക് ഒരു ചെറിയ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. നമ്മൾ ഒരു നാരങ്ങ കൂടെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കണം. ഈ നാരങ്ങ പിഴിഞ്ഞ എന്തിനാണ് നമ്മൾ വറ്റി പരസ്പരം ഒട്ടാതിരിക്കണം. നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വറ്റൊട്ടില്ല, നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും. എന്നാൽ നാരങ്ങ പിഴിയാൻ നോക്കി. അപ്പോൾ കുട്ടിമോളെ അടുത്ത പരിപാടി നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കും. ഇത് തോല് ചേർത്ത് കൊടുക്കണ്ട, ആവശ്യത്തിന് ചേർത്ത്. സംഭവം എന്താ വെച്ചാൽ ഉപ്പ് കൂടിയാലാണ് പ്രശ്നം. ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് ഇട്ടെടുത്ത് മിക്സാക്കി റെഡിയാക്കി എടുക്കാം. ഉപ്പ് കൂടി കഴിഞ്ഞാലാ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളം കൂട്ടണം, അത് കൂട്ടണം, ആകെ ഇറപ്പം. കുറച്ചും കൂടെ ഉപ്പിട്ടിടണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അപ്പോൾ നല്ല തിളക്കണ സമയത്ത് നമുക്ക് അരി കിട്ടും. പക്ഷെ അങ്ങനെ അരി ആയിട്ട് കൊടുക്കും. അപ്പോൾ നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട്. ഏകദേശം വെള്ളം തിളക്കാനായിരിക്കുന്നു. ഞാൻ ഏകദേശം തിളച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് അരിയില്ലാത്ത പ്രോസസ്സിങ്ങിലേക്ക് പോവാം. നോക്കാം. അരിയിടാൻ പോലെ നമ്മൾ അരിയിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല സ്മെല്ലുണ്ട്. നല്ല സ്മെല്ലല്ലേ? കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒന്ന് വന്നിക്കണോ അവിടെ വന്നിക്കണം. നമുക്ക് മാറ്റാം. ഞാൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. മസാല കൂട്ടുന്ന ഫുള്ള് വെളിച്ചെണ്ണയിലാണ് പരിപാടി. നമ്മൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, നെയ്യ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആദ്യം കേരളത്തിലിടുക, ചൂടാകുമ്പോൾ നമ്മൾ ചൂടിടാൻ പോകുന്നു. ഇതിൽ ചൂട് തട്ടുന്നത് കൂടാ തട്ടി കൊടുക്കാം. പേസ്റ്റ് നമുക്ക് തുറന്നിട്ട് ഇളക്കുന്നില്ല. ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കും. ഇളക്കില്ല, ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല കേട്ടോ.
ഇത് ബിരിയാണി മസാല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി നമുക്ക് ഉപ്പിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് നേരത്തെ പറഞ്ഞ ഉപ്പ് കൂടിയാനാണ് നമുക്ക് കുറച്ച് നാരങ്ങ നമ്മളൊന്ന് അടിച്ച് അറിയില്ല എന്തിനാണോ ഇതിൻ്റെ ബാക്കി എന്താണ് നാരങ്ങ തിരി എന്താ ഉപ്പ് കുറവാണ്. കുറച്ച് കപ്പ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. നമുക്ക് അതേ ചിക്കൻ എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ കൊടുക്കണം. ഗരം മസാല നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്നുകൂടെ തുറന്നു നോക്കാം. നല്ല സ്മെല്ലുണ്ട് കാക്ക. അടിപൊളിയാണ്. നമുക്ക് ഒന്നുകൂടെ ഒരു 5 മിനിറ്റും കൂടെ വെച്ചേക്കാം. കോഴി കിട്ടാൻ എന്താ ബിരിയാണി എങ്ങനെയുണ്ട്?
സാറല്ല കുട്ടിമോൾ എങ്ങനെയുണ്ട്? അടിപൊളി. ഇതൊക്കെ ഞാൻ തിന്നിട്ട് പോയത് ഷെയ്ഖിനെ കാണിച്ചില്ല. മക്കളെ എങ്ങനെയാണ് ഈ ചോറ്? അടിപൊളിയല്ല? അത് മതി. لم يلد ولم يولد ولم يكن له كفوا احد.